സഹീഹുൽ ബുഖാരിയിലുണ്ട്, മനുഷ്യന്റെ ബോഡി എങ്ങനെ കീറിക്കൂടാന്നോ കീറാമെന്നോ രണ്ടും പറയാൻ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല, വഹാബികൾക്ക് കഴിയില്ല, ഇമാമിങ്ങളെ പിൻപറ്റുന്നതിനെ എതിർക്കുന്നവർക്ക് കഴിയില്ല. അതേ സമയത്തതാ കർമ്മശാസ്ത്ര വിശാരദന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, ഓരോ അവസ്ഥയിലും അത് ചെയ്യാവുന്ന ഘട്ടമുണ്ട്, ചെയ്യാൻ പറ്റാത്ത ഘട്ടമുണ്ട്, എല്ലാം അവര് വിശദീകരിച്ചു വെച്ചുപോയി. ഇനിയോ ഒരാളുടെ കിഡ്നി മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? മഹാന്മാരായ ഇമാമുകൾ ചർച്ച ചെയ്തു. ഇതിൽ ഗണ്യതമായ ഒരായത്ത് പറയാനോ കേവലമായ ഹദീസിന്റെ പരിഭാഷ വെച്ചുകൊണ്ട് നിയമം പറയാനോ സാധ്യമല്ല. ഇനി കൃത്രിമമായ അവയവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതിനും ഇസ്ലാമിൽ നിയമം വേണം. കാരണം ഇസ്ലാം സമഗ്രമായ മതമാണ്, അതുകൊണ്ട് ഇസ്ലാമിൽ നിയമം വേണം. മാത്രമല്ല, അതാ കണ്ടില്ലേ, ഒരു പെണ്ണിന്റെ കൈ മുറിഞ്ഞുപോയി, സൂട്ടായ ഒരാണിന്റെ കൈയാണ് കിട്ടിയത്. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൈ തൊലി തമ്മിൽ ചേർന്നാൽ ഉളൂ മുറിയുമല്ലോ. അപ്പോൾ ഒരു പെണ്ണിന് പരിക്ക് പറ്റിയപ്പോൾ റിബൽ വെച്ചത് ആണിന്റെ കൈയാണ്, ഇടത്തെ കൈ പെണ്ണിൻ്റെതുമാണ്. അപ്പോ ഒളു എടുക്കുമ്പോ തന്നെ ഒളു അങ്ങ് മുറിഞ്ഞു പോകുമോ? ചർച്ച ചെയ്യേണ്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. അത് ഒറയിട്ടങ്ങ് ഒളു എടുത്താൽ മതി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ടാപ്പിന്റെ അടുക്കന്ന് ഒളു എടുത്താൽ മതി എന്ന് പറയാൻ പറ്റുമോ? അതിനു നിയമം ഇമ്മത്തി എഴുതി വെച്ചുപോയി. അവളുടെ വെയിൻ ആ അവയവത്തിലേക്ക് ബന്ധിച്ചിട്ട് അവളുടെ ശരീരത്തിലെ രക്തം തന്നെയാണ് ഇതിൽ സംക്രമണം നടത്തുന്നതെങ്കിൽ അത് അവളുടെ അവയവം പോലെയായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ ആവുകയില്ലെന്ന വീക്ഷണം ഫുഖഹാ പറഞ്ഞു വെച്ചുപോയി. അപ്പോൾ ഇത് പറയാൻ അവർക്ക് കഴിഞ്ഞതെങ്ങനെയാണ്? പ്രമാണങ്ങളിലൂടെ വരാനുള്ള വിഷയങ്ങളെ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന്, ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. ഞങ്ങൾ ഖുർആൻ സുന്നത്ത് മാത്രാണെന്ന് പറയുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ നിയമം പറയാനില്ല. ഇതുപോലെ 50ഓളം വിഷയങ്ങൾ വരാം. ഒരാളതാ യാത്ര ചെയ്തു, ഇവിടെ നിന്ന് നേരെ ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ കയറി. വാഹനത്തിൽ ഇടയിലെത്തിയപ്പോൾ ലോഹറിന്റെ സമയമായി. അയാൾ ഫ്ലൈറ്റിൽ നിന്ന് ലോഹർ നിസ്കരിച്ചു. ജിദ്ദയിലെത്തിയപ്പോ ലോഹറായിട്ടില്ല. എന്നാൽ ഇത് അന്നത്തെ ലോഹറായി പരിഗണിക്കുമോ ഇല്ലേ? ഖളാ വീട്ടേണ്ടതുണ്ടോ ഇല്ലേ? ഇത് പറയേണ്ടത് ഇമാമിങ്ങളുടെ ബാധ്യതയാണ്. മൊയ്ലിയാരെ അതിന് രാവിലത്തെ ഫ്ലൈറ്റിൽ അങ്ങ് യാത്ര ചെയ്താ പോരെ എന്ന് ചോദിക്കുകയല്ല, നിയമം പറയാൻ ഇസ്ലാമിന് ബാധ്യതയുണ്ട്. അതുപോലെ ഒരാൾ ജിദ്ദയിൽ നിന്ന് പെരുന്നാളിന്റെ അന്ന് കയറി, പിറ്റേന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ 30ാമത്തെ നോമ്പാണ്. അയാള് നോമ്പെടുക്കണോ വേണ്ടേ? അപ്പോൾ പറയേണ്ടത് എയർലൈൻസുകാരനോട് അന്ന് ടിക്കറ്റ് കൊടുക്കണ്ടെന്ന് പറയണമെന്നല്ല, ഇസ്ലാമിന്റെ നിയമം പറയേണ്ടതില്ലേ? അതുപോലെ ഇന്ന് കണ്ടില്ലേ, ഇന്റർനെറ്റ് ബാങ്കിങ് വരുന്നുണ്ട്. ഡയറക്റ്റ് പലിശയില്ലാത്ത മണി ചെയിൻ, മണി മാർക്കറ്റ്, RMB ആൻഡ് സോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇസ്ലാമിന്റെ നിയമം പറയേണ്ടതില്ലേ? അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിച്ച CD ഉണ്ട്, ഇസ്ലാമിക സാമ്പത്തിക നിയമം. അപ്പോൾ അതിലേക്ക് ഞാൻ പോവുകയല്ല. ഇപ്പോൾ ഇവിടെയുള്ള വിദ്യാഭ്യാസ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, പത്രങ്ങൾ നടത്തുന്ന ഇൻഷുറൻസ് തുടങ്ങിയുള്ള ഇൻഷുറൻസുകളെല്ലാം ഉണ്ട്. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ആയത്തുണ്ടോ ലാ യജൂസുൽ ഇൻഷുറൻസ് പോളിസി എന്ന് വല്ല ആയത്തുണ്ടോ? ഇല്ല. ഹദീസുണ്ടോ? ഇല്ല. അതിന് നിയമം പറയേണ്ടത് ബാധ്യതയല്ലേ ആണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള മുഴുവൻ ഇൻഷുറൻസ് കമ്പനികളും പലിശാധിഷ്ഠിത ഇൻഷുറൻസേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് എടുക്കാൻ പാടില്ല. അത് ശിർക്കത്തു തഅമീൻ എന്ന പേരിൽ ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഹലാലാകണമെന്നില്ല. ഇവിടെയുള്ള മുഴുവൻ ബജാജ് അലയൻസ് ആണെങ്കിലും, അതുപോലെ തന്നെ റിലയൻസ് കമ്പനിയാണെങ്കിലും, ഐഡിയയിലെ ബിർള ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാം പലിശാധിഷ്ഠിത ടീമായതുകൊണ്ട് അവരുടെ ഇൻഷുറൻസുകൾ മുഴുവൻ ഏതെങ്കിലും ഒരു വിധേന പലിശയോടോ ഇസ്ലാം അംഗീകരിക്കാത്ത സാമ്പത്തിക വ്യവസ്ഥിതിയോടോ ഇടപെടുന്നത് കൊണ്ട് നമുക്കത് ബാധകമല്ല. അഥവാ നമുക്ക് ഇൻഷുറൻസ് പറ്റില്ല.
അത് വ്യക്തമായ മാനങ്ങളോടെ ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മോളെ കെട്ടിക്കാൻ വേണ്ടിയല്ലേ ഉസ്താദെ, ഇനി ഉമ്മായെ കെട്ടിക്കാൻ വേണ്ടിയാണെങ്കിൽ ശരി പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ നിയമം അതാ വ്യക്തമായി പറയുന്നുണ്ട്. പലിശയുമായി ബന്ധപ്പെടുന്ന നിയമങ്ങളെ എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കറൻസി ഇല്ല, പിൽക്കാലത്താണ് കറൻസി വന്നത്. അപ്പോൾ കറൻസി വാല്യൂവിന്റെ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അടിസ്ഥാനത്തിലുള്ള എക്കോണമിയിൽ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ, നിയമം പറയാൻ ഇസ്ലാമിന് ബാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഖുർആൻ സുന്നത്ത് ടീമുകൾക്ക് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾക്കൊന്നും കൃത്യമായ നിയമം പറയാൻ സാധ്യമല്ല. അത് പറയാനുള്ള വഴിയുണ്ടാക്കി തന്നതാരാണ്? മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകൾ, ആ ഇമാമുകളില്ലെങ്കിൽ സമഗ്രമായ ഇസ്ലാമിനെ പറയാൻ പറ്റില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ ലഭ്യമല്ല. ഈ 4 പേരും സത്യസന്ധന്മാരാണെന്നതിൽ ചരിത്രത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. 4 പേരും പണ്ഡിതന്മാരാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. 1100 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിനിടയിൽ മദ്ഹബ് അംഗീകരിക്കണ്ടെന്നൊരു വാദം ലോകത്തുണ്ടായിട്ടേ ഇല്ല. 1100 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കണേ. ഇത്രയും വ്യക്തമായ ചരിത്രവും പ്രമാണവുമുണ്ട് നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കാൻ. ഇടയ്ക്ക് കൂടി ഒരു കാര്യം നിർവഹിക്കാനുള്ളത്, മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിലുള്ളൊരു പ്രസംഗത്തിന്റെ CD ഇവിടെ പ്രകാശനം ചെയ്യാനുണ്ട്. അത് പട്ടാമ്പിയിൽ നടന്ന പ്രസംഗം. മഹാന്മാരായ ആളുകളൊക്കെ വഫാത്തിന്റെ സമയത്ത് എന്തു പറഞ്ഞ് എങ്ങനെ മരണപ്പെട്ടു, അതും കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞ് എങ്ങനെ മരണപ്പെട്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞ് എങ്ങനെ വഫാത്തായി, അങ്ങനെ മഹാന്മാരായ ആളുകളുടെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന വിഷയം ഉൾക്കൊള്ളുന്ന CD ആണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അഹമ്മദ് സഖാഫി ഉസ്താദ് അവർകൾ അതിന്റെ പ്രകാശനം നിർവഹിക്കും. അപ്പോൾ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളും ഇത്തരം പ്രമേയങ്ങളിൽ മുഴുവനും നിൽക്കുമ്പോ അവരിൽ ഒരാളുടെയും വ്യക്തി ജീവിതത്തിന് ന്യൂനത പറയാനില്ല. അപ്പോൾ ഒരു ഹദീസിന്റെ പോലും ശരിയായ അർത്ഥമോ ഒരു ഹദീസിന്റെ പോലും ശരിയായ പരമ്പരയോ അറിയാത്ത ആളുകളാണ്. ഓ, ഞങ്ങള് ഖുർആനും സുന്നത്തുമാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഏതോ ഇമാമിന്റെ വാക്കാണ് എന്ന്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഞാൻ കോഴിക്കോട് നിന്നിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ ചങ്ങനാശ്ശേരിയിലോ മാവേലിക്കരയോ എവിടെ എത്തിയപ്പോ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വണ്ടി അല്പസമയം നിർത്തുന്ന ഒരു സ്റ്റേഷനാണ്. 5 മിനിറ്റോ മറ്റോ ഉണ്ട്. അപ്പോൾ അവിടെ മുസല്ല വിരിച്ച് ഖിബില നോക്കിയിട്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ, അയാൾ സീറ്റ് ഇരുന്ന് എങ്ങോട്ടോ തിരിഞ്ഞൊരു നിസ്കാരമൊക്കെ നടത്തി. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ സമയമുണ്ട്, എൻ്റെ കയ്യിൽ മുസല്ലയുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് റാഹത്തായിട്ട് നിസ്കരിക്കാം, അപ്പൊ പിന്നെ മടക്കി നിസ്കരിക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അതൊന്നും വേണ്ട മൊയ്ലാരെ, സമയം കിട്ടുമ്പോൾ സൗകര്യം പോലെ അങ്ങ് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ടാൽ സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളെ ഈ കിതാബിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന നിയമം അനുസരിച്ച് ഇങ്ങനെ നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനൊന്നും വേണ്ട, കുറെ പാള കിതാബും കൊണ്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിയമം പറയാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് സാധാരണക്കാരനല്ല, കുറച്ച അസാധാരണക്കാരനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അതൊക്കെ ഇമാം ഷാഫിയെ പോലുള്ള ആളുകൾ എഴുതി വെച്ചതല്ലേ. മൂത്താപ്പാടെ മോന്റെ പേര് പറയുന്ന നടക്കാ ഷാഫി ഇമാമതങ്ങളുടെ പേര് പറയുന്നത്. എന്നിട്ട് അയാൾ പറയാ, അതൊക്കെ ഇമാം ബുഖാരി വന്ന് ഹദീസൊക്കെ സമാഹരിക്കുന്നതിന് മുമ്പല്ലേ ഷാഫിയൊക്കെ കഴിഞ്ഞു പോയത്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി മാന്യമായി. അപ്പൊ അയാളോട് പറഞ്ഞിട്ട് അതൊന്നും പറ്റുന്നില്ല, കാരണം നിഷേധിക്ക് എന്തും പറയാലോ. അപ്പോൾ അവരുടെ ധാരണ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അംഗീകരിച്ച ആളാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. തബഖാത്തു ഷാഫിയത്തുൽ കുബ്രയിൽ കാണാം. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അംഗീകരിച്ചയാളാണ്. ഒരു കിതാബിലല്ല, ഒരുപാട് കിതാബിലുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ പറഞ്ഞു, ആ കിതാബ് നിങ്ങളൊക്കെ എഴുതി വെച്ചല്ലേ. ഇപ്പൊ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല,
ഞാൻ അയാളോട് ചോദിച്ചു, ഈ ബുഖാരി ആരാ? ഈ ബുഖാരി ആരാ? അപ്പോൾ പറഞ്ഞു ഇമാം ബുഖാരിയെ. ഞാൻ ചോദിച്ചു, ഏത് ഇമാം ബുഖാരി? ഇമാം ബുഖാരി നീതിമാനും സത്യവാനുമാണെന്ന് ഏതെങ്കിലും ആയത്തിലുണ്ടോ, ഏതെങ്കിലും ഹദീസിലുണ്ടോ ഇമാം ബുഖാരി അംഗീകരിക്കണോന്ന്? അപ്പൊ അയാൾ നിലക്ക് വന്നു. കാരണം അങ്ങനെ ഒരൊറ്റ ആയത്തിലും ഇല്ല, ഒറ്റ ഹദീസിലും ഇല്ല. ഇമാം ബുഖാരി നീതിമാനാണെന്ന് പറയാനുള്ള തെളിവ് എന്താണോ അതേ തെളിവ് തന്നെയാണ് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ഇമാമാണെന്നതിനുള്ള തെളിവ്. ഇമാം ബുഖാരി നീതിമാനായ ഹദീസ് പണ്ഡിതനാണെന്നതിന്റെ തെളിവ് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ്. അതേ തെളിവ് തന്നെയാണ് ഇമാമുന ശാഫഈ മലഅത തിബഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി. ഈജിപ്തിലേക്ക് ചെന്നാൽ ഇമാം ശാഫഈ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ള വരിയാണ്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. പ്രപഞ്ചമണ്ഡലങ്ങളെ പരിജ്ഞാനത്തിന്റെ പറുദീസ കൊണ്ട് നിറയ്ക്കുന്ന പ്രകർഷ്ടനായ പണ്ഡിത ശ്രേഷ്ഠൻ വരും. അതിന്റെ പുലർച്ചെയാണ് ഇമാമുന ശാഫഈ. അപ്പോൾ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പ്രമാണമാണെന്നതിന്റെ തെളിവ്, ഇമാം ബുഖാരി തെളിവാണെന്നതിന്റെ അതേ തെളിവ് തന്നെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് വിവരം പോലും ഇല്ല, യഥാർത്ഥത്തിൽ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ ശേഷമാണ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെ രംഗപ്രവേശനം ഉള്ളത്. അതുകൊണ്ട് തന്നെ 6 ഹദീസിന്റെ പണ്ഡിതന്മാരും 4-ൽ 1 മദ്ഹബ് അംഗീകരിച്ചവരാണ്. അല്ലാതെ സ്വന്തം ഖുർആനും ഹദീസും നോക്കി ജീവിച്ചവരല്ല. ഇന്ന് ബോംബെ എന്നൊരു പ്രസംഗകൻ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും ഉറുദുവിലും. അയാളുടെ യൂണിറ്റി ഓഫ് മുസ്ലിം ഉമ്മ എന്നൊരു പ്രസംഗത്തിൽ കാണാം, അയാൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെക്കാളും വലിയ ആളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച വുളൂഇന്റെ ഹദീസ് ഇമാം ഷാഫിക്ക് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷിലും ഉറുദുവിലും ഒക്കെ ലോക ചാനലുകൾ കാണുമ്പോ ചില ചെറുപ്പക്കാർ വഞ്ചിക്കപ്പെട്ടു പോകും. നമുക്കാരോടും അന്ധമായ വിരോധം ഇല്ല. നിങ്ങൾക്കാളെ മനസ്സിലായിട്ടുണ്ടാകും, TV ചാനലിലൂടെ ലോകരാഷ്ട്രങ്ങളിൽ ഇസ്ലാമിന്റെ വ്യക്തിയായി പ്രസംഗിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ യൂണിറ്റി ഓഫ് മുസ്ലിം ഉമ്മ എന്ന CD ഉണ്ട്. 3 മണിക്കൂർ പ്രസംഗം ഞാൻ ഫുൾ കേട്ടിട്ടുണ്ട്. അതിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വുളൂഇന്റെ ഹദീസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ വുളൂഇന്റെ വിഷയത്തിൽ മോർ കറക്റ്റ്, ആൻഡ് ഓൾസോ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ഈസ് റോങ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന് ആ ഹദീസ് കിട്ടിയിട്ടില്ല. ആമീൻ പറയുന്ന വിഷയത്തിൽ ഇമാം ശാഫഈക്ക് കിട്ടിയ ഹദീസ് ഇമാം അബൂ ഹനീഫയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫയ്ക്ക് അബദ്ധം പറ്റി, ഇമാം ശാഫഈക്ക് ശരിയും പറ്റി. ഇങ്ങനെ 4 വിഷയങ്ങൾ എടുത്തിട്ട് അയാൾ പറയുമ്പോഴോ 4 കിട്ടിയ ആളാരാ? ഈ പറയുന്ന ആളാ. 4 കിട്ടിയ ആളാരാ? ഈ പറയുന്ന ആളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആധുനിക ഗവേഷണവാദികൾ മോഡേൺ സാധ്യതകളുമായി രംഗത്ത് വരുമ്പോ ചെറുപ്പക്കാര് വഞ്ചിക്കപ്പെടാൻ പാടില്ല. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത ആളായിരുന്നില്ല. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന് അന്നത്തെ ആസ്ട്രോണമി അറിയാം. അതുകൊണ്ടാണ് മാസപ്പിറവിയുടെ നിയമം ഇമാം ശാഫഈ തങ്ങൾ എഴുതി വെച്ചു. ഇവിടെ ആരും മാറ്റിമറിക്കാൻ ധൈര്യമില്ല. ഇമാമിങ്ങൾ എഴുതി വെച്ചു, ഒരു പെണ്ണിന്റെ ആർത്തവ ചക്രം എത്ര ദിവസമാണ്? ധൈര്യത്തെയല്ലേ ഇമാമിങ്ങൾ എഴുതിയത്. 16ാമത്തെ ദിവസം ബ്ലഡ് കണ്ടാൽ അത് ആർത്തവമല്ല, അത് ബ്ലീഡിംഗ് ആണ്, നീ നിസ്കരിക്കേണ്ടതാണ്.
എന്ന് നിയമം എഴുതി വെക്കാൻ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു 200ഓളം വരുന്ന അടിമ സ്ത്രീകളുടെ മെൻസസ് പീരിയഡ് ഗവേഷണം നടത്തി. ആരാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു? വന്നില്ലേ മൈക്രോബയോളജിയും ബയോളജിയും അതുപോലെ തന്നെ ബയോടെക്നോളജിയും വന്നിട്ട് ഇമാമിങ്ങൾ എഴുതി വെച്ച പീരീഡിനപ്പുറം ഒരു പീരീഡ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെയല്ലേ ഓരോ വിഷയങ്ങളെയും ഇമാമിങ്ങൾ ദൈക്ഷണിക ഭാവത്തോടെ ഗവേഷണം നടത്തിയിട്ട് കാലങ്ങൾക്ക് മുമ്പ് നിയമം എഴുതി വെച്ചു. അവരുടെ ഇമാജിനേഷൻ നമുക്ക് ഔട്ട് ഓഫ് ഇമാജിനേഷൻ ആയിരുന്നു. കാരണം എന്താണ്? അംഗമാറ്റവും ലിംഗമാറ്റവും ബീജദാനവും അവയവദാനവും രക്തദാനവും ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലയളവിലാണ് അതിന്റെ നിയമങ്ങൾ എഴുതി വെക്കാൻ ഇമാമിങ്ങൾ രംഗത്ത് വരുന്നു. അതാ കണ്ടില്ലേ ഇമാമുന ശാഫഈ തങ്ങളുടെ മദ്ഹബിൽ ഗൾഫിൽ പോയി ആളുകളെ പണം കട്ടുകൊണ്ട് വരാത്ത, നേരെയും കൊണ്ടുവരാത്ത കാലത്ത് ശാഫഈ മദ്ഹബിൽ കണ്ടില്ലേ ആരെങ്കിലും ആരെങ്കിലും സ്വർണം വിഴുങ്ങി, അതോ സക്കാത്ത് കൊടുക്കേണ്ട അളവിലുള്ള സ്വർണമാണ്, വഹാല അലൈഹിൽ ഹൗലു, ഒരു വർഷം തികയുകയും ചെയ്തു, എന്നാൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? പള്ളയിൽ വിഴുങ്ങിക്കിടക്കുകയാണ്, എമിഗ്രേഷനിൽ പിടിക്കാതിരിക്കാൻ മുണുങ്ങിക്കൊണ്ടുവന്നതാണ്, എന്നാൽ അത് പള്ളയിൽ കിടന്നിട്ടൊരു വർഷം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? 85 ഗ്രാം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേന്ന് മഹാന്മാരായ ഇമാമുകൾ നിയമം എഴുതി വെച്ചു. തുഹഫയുടെ വ്യാഖ്യാനത്തിലില്ലേ? ഇതുപോലെയാണ് മഹാന്മാരായ ആളുകൾ ഇനി വരാനുള്ള ഇപ്പോഴുള്ള മുഴുവൻ നിയമങ്ങളെയും കണിശമായി അടയാളപ്പെടുത്തി. കാരണം ഇസ്ലാമിന്റെ പ്രയോഗത്തിന് അത്ര വലിയ ആക്യുറസിയാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മകള് ഫാത്തിമ കട്ടാലും കൈമുറിക്കുമെന്ന്. കരുണാനിധിയുടെ നെഞ്ചത്തേക്കല്ലേ ആ പ്രയോഗം വരുന്നത്? കരുണാനിധിയുടെ മകള് കനിമൊഴി കട്ടാലും പിടിക്കണമെന്നല്ലേ അതിന്റെ പുലർച്ച? ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം ആധുനാധുനിക മനുഷ്യന്റെ മുമ്പിലേക്കുള്ള മുഴുവൻ സൂചനകളും നൽകി. അതിനെ മുഴുവനും കണ്ടെടുത്ത ഇമാമീങ്ങൾ, ആ ഇമാമീങ്ങളിൽ ഏറ്റവും പ്രായം കൊണ്ട് മുന്നിലുള്ള ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കആയാത്തിസ് സബൂരി അലസ് സഹീഫ. ഏടുകളെക്കാൾ കിതാബിന് എത്ര മൂല്യമുണ്ടോ അതുപോലെയാണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇമാം അബൂ ഹനീഫ തങ്ങൾ. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ പോയിട്ട്, എടാ നീ ഹനഫി അല്ലേടാ, ഞാൻ ഖുർആൻ ആൻഡ് സുന്ന എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ മാറ്റിക്കെട്ടിയാൽ നീ ഇസ്ലാമിക വൈജ്ഞാനിക ചക്രവാളത്തിനോടുള്ള സമരം ഉയർത്തിയ ആളാണ്. ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുനൂത്ത് ഓതാൻ വേണ്ടി പറഞ്ഞു തരുമ്പോ, ഖുനൂത്ത് ഓതുന്ന ആളെ കണ്ടിട്ട് വഹാബിയുടെ നെഞ്ചത്ത് ഡേഞ്ചർ കെട്ടുകെട്ടിയ മൗലവിമാര് ഷാഫിക്ക് ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇമാം ഷാഫഈ തങ്ങളെ അവഗണിക്കുന്നവരില്ലേ? അവർക്ക് മതമറിയില്ല, ദീനറിയില്ല, നിയമമറിയില്ല, റസൂലുള്ളാഹിനെ അറിയില്ല. ഇനിയും വരൂ. അപ്പോൾ നമ്മുടെ മഹാന്മാരായ മുഴുവൻ ഇമാമീങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ആധികാരികമായി പഠിച്ചവരാണ്. അറിയുമോ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ആരാണ്? നമുക്കൊക്കെ ഇന്ന് വലിയ ഗമ, എന്റെ മോനൊരു ഡോക്ടറോ എഞ്ചിനീയറോ MCA MBA ഇങ്ങനെയൊക്കെ ആയാ വലിയ ഗമയാണ്. വാപ്പമാരെ, നിലനിൽക്കുന്ന വിലാസം ഇൽമിന്റെ വിലാസമാണ്. ശാഫി ഇമാം തങ്ങൾ വഫാത്തായിട്ട് 1 സഹസ്രാബ്ദത്തിലേറെയായി. പക്ഷേ ലോകം മറന്നിട്ടില്ല. ഫോട്ടോ കൊണ്ടല്ല, പ്രതിമ കൊണ്ടല്ല, പ്രതിഷ്ഠ കൊണ്ടല്ല, പ്രതിച്ഛായ കൊണ്ടല്ല, അത് ഇൽമിന്റെ ബഹുമാനമാണ്. ആ ഇമാമുന അശ്ശാഫഈ റളിയല്ലാഹു അൻഹു ആരാണ്? വ്യക്തമായി
വിശദമായി ഹദീസുകളെ ലഭ്യമായത് മുഴുവനും പഠിച്ചു എന്ന് മാത്രമല്ല, ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയില്ലേ, 10 വയസ്സിൽ മക്കായുടെ ചാരത്ത് കിടന്നുറങ്ങുമ്പോ പാതിരാത്രി സമയത്ത് വരുന്നു ആരാണ്? നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽ ഖാജ, മദീന തുജേ സലാം. മദീനയിലെ രാജാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, മിൻ അയ്യി റഹ്തിൻ അൻത യാ മുഹമ്മദ്. ഇമാം ബൈഹഖി മനാഖിബിൽ, ഏത് ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് മോനെ നീ? മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളുടെ ഗ്രൂപ്പിലെ അംഗമാണ്. ഉദ്നു മിന്നി, ഒന്നടുത്തേക്ക് വരൂ മുഹമ്മദ് ബിൻ ഇദ്രീസ്. അടുത്ത് വന്നപ്പോ വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുത്തു. ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മലാദി വമശ്റബി വകഅസി വവിസാലി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് തുപ്പിക്കൊടുത്തു. പിന്നീട് ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഒരൊറ്റ ഹദീസിന്റെ നിവേദനമോ ഒരു ബൈത്തിന്റെ വാചകമോ ഒരു പ്രയോഗത്തിന്റെ ഉദ്ധരണിയോ പിഴച്ചു പോയിട്ടേ ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം നിറച്ച മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിൽ മദീനത്തെ പള്ളിയിൽ മാലിക് ഇമാമിന്റെ ദർസിലെ മുതഅല്ലിമാണ്. ചെല്ലുമ്പോ ചോദിച്ചു, മോനെ കിതാബൊക്കെ വായിക്കാൻ അറിയാമോ? മാലിക് ഇമാം തങ്ങൾ ആരാണ്? രാജപ്രൗഢിയോടെ മദീനയിൽ ദർസ് നടത്തിയ നേതാവാണ്. 10 വയസ്സുള്ള കൊച്ചുകുട്ടിയല്ലേ വരുന്നത്. അപ്പൊ വലിയ വലിയ ആളുകൾ ദർസിൽ ഓതി പഠിക്കുന്ന കാലമാണ്. ഇമാമിങ്ങളുടെ മുഴുവനും ചരിത്രത്തിൽ എങ്ങനെ കാണാം? ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ളയുടെ ചരിത്രം വായിച്ചാൽ മദ്ഖൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകിയാൽ 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഈ ചരിത്രം അല്ലാഹു അവസരം നൽകിയാൽ വരുന്ന റമളാനിൽ ഒരു പരമ്പരയിലൂടെ ഇറങ്ങുന്നുണ്ട്. അവിടെ ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള, ഇമാം അൻ-നസാഇ പോലെയുള്ള മഹാന്മാരുടെ ജീവിതം നമുക്ക് വായിക്കാം. ഏതായാലും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ കിതാബ് വായിക്കാനൊക്കെ അറിയുമോ? അതെ, വായിക്കാൻ അറിയുമല്ലോ. ഏത് കിതാബാണ് മോനെ? മുവത്ത വായിക്കാമോ? മാലിക് ഇമാം തങ്ങൾ എഴുതിയ മുവത്ത വായിക്കാൻ പറയുമ്പോ ശാഫിഈ ഇമാം തങ്ങൾ എന്ന 10 വയസ്സുള്ള മോനതാ കാണാതെ മുവത്ത വായിച്ചു കൊടുക്കുന്നു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ദർസിലെടുക്കാനുള്ള കാരണം അതാണ്. അത്രയും ദൈക്ഷണിക പാരമ്പര്യമുള്ള മഹാന്മാരാണവർ. കണ്ടില്ലേ, സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു ആരാണ്? തഫ്സീറിന്റെ രചയിതാവാണ്. ചെറുപ്പകാലം മുതൽ 3 വയസ്സ് മുതൽ ഔറാദ് തുടങ്ങിയ മഹാനാണ് സഅദ് ബിൻ അബ്ദുല്ലാഹി തുസ്തുരി. അതാ കാണുന്നില്ലേ, മഹാന്മാരായ ഔലിയാക്കളുടെ പദവി പറയുമ്പോ ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തങ്ങൾ 3ാമത്തെ വയസ്സിൽ അമ്മാവൻ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ നോക്കിയിരിക്കുന്ന മാമ പറഞ്ഞു, മോനെ അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു നാദിറുൻ ഇലയ്യ എന്ന ദിക്ർ 3ാമത്തെ വയസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോ ദായിമാക്കിയ മഹാനാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തുരി. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ 7 എണ്ണം പതിവാക്കിക്കോ. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ 11 എണ്ണം ചൊല്ലിക്കോ. ആ സമയത്ത് പറഞ്ഞു, വാമാ, അമ്മാവനോട് പറയുകയാണ്, എന്ത് രസമുള്ള ദിക്റാണ്.
ദിക്റിന്റെ രസം കൊണ്ട് ഖൽബ് ജോലിയായി പോയി. അതുകൊണ്ട് തഫ്സീർ തുസ്തുരി എടുത്തു നോക്കിയാൽ ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനത്തിൽ തസവ്വുഫിന്റെ ഇമാമിങ്ങളുടെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഗ്രന്ഥമായി തന്നെ തഫ്സീർ തുസ്തുരി എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. അതുപോലെയല്ലേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ജീവിതത്തിൽ മുഴുവനും വൈജ്ഞാനിക സബര്യയാണ്. ഗവർണറായി എവിടെയാണെന്നറിയുമോ? യമനിലെ ഗവർണറുടെ അടുക്കൽ ഔദ്യോഗിക പണ്ഡിതനായി വന്നു ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. യമനിൽ നിന്ന് മക്കത്ത് ഉമ്മാനെ കാണാൻ വരികയാണ്. നമ്മുടെ ഉമ്മാമാരെ പോലെ കൊച്ചു വെളുപ്പാങ്കാലത്ത് LKGയുടെ വണ്ടി കയറ്റി വിടണം. മദ്രസ അജണ്ടയില്ലാത്ത ഉമ്മയല്ല ഇമാമുന ശാഫഈ തങ്ങളുടെ ഉമ്മ. ഫലസ്തീനിൽ നിന്ന് വീട് വിറ്റിട്ട് മക്കത്തെ പള്ളിയിൽ ഓതാനാക്കിയിട്ട് മദീനത്ത് ഓതാൻ പറഞ്ഞു വിട്ടിട്ട് യമനിൽ പഠിക്കാൻ പറഞ്ഞു വിട്ട് ബഗ്ദാദിൽ പോകാൻ അനുമതി കൊടുത്ത് വീണ്ടും മക്കയിൽ വന്ന് പിന്നെ ഈജിപ്തിൽ പോയി, പിന്നെ ബഗ്ദാദിൽ പോയി, പിന്നെ മക്കയിൽ വന്ന് വീണ്ടും യമനിൽ പോയി, പിന്നെ ഈ മിസ്റിൽ പോയി വഫാത്തായ മഹാനാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. അന്ന് ഫ്ലൈറ്റ് സംവിധാനമുള്ള കാലമല്ല. സാധുവായ ഞാൻ ഇന്നലെ മദ്രാസിലായിരുന്നു വഅദ്. ഇന്നിവിടെ എത്താൻ കഴിഞ്ഞത് രാവിലത്തെ എയർ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. പക്ഷേ ഇമാമുന ശാഫഈ തങ്ങളുടെ കാലത്ത് ആ സൗകര്യമില്ലല്ലോ. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കാലത്ത് ആ സൗകര്യമില്ലല്ലോ. പക്ഷേ അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി ചെലവഴിച്ചു പോയി. അങ്ങനെയുള്ള മഹാന്മാരായ ഇമാമുകൾ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്ന് ഉമ്മാനെ കാണാൻ വരുമ്പോ യമനിൽ നിന്ന് കിട്ടിയ നല്ല ഉപഹാരങ്ങളുടെ സഞ്ചിയാണ്, വലിയ സംഖ്യയാണ്, ഉമ്മാന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. ഉമ്മ പറഞ്ഞു, മോനെ ഈ വീടിന്റെ പടി ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഇറങ്ങിക്കോ. ഞാൻ മോനെ വിട്ടത് പണച്ചാക്കം കൊണ്ടുവരാനല്ല, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ആലിമാകാനാണ് മോനെ നിന്നെ ഞാൻ വിട്ടത്. ഈ സംഖ്യയും കൊണ്ട് ഇവിടെ കയറണ്ട. ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞു, ഉമ്മാ ഈ പണത്തോടുള്ള പ്രണയം കൊണ്ടല്ല ഞാനിത് കൊണ്ടുവന്നത്. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഉമ്മാക്ക് സന്തോഷത്തിന് കൊണ്ടുവന്നതാണ്. എനിക്കിത് വേണ്ട. എന്നാൽ മോനെ, ഹറമിലെ പാവപ്പെട്ടവർക്ക് സദഖ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഉടനെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി കൊണ്ടുവന്ന വലിയ സംഖ്യ മുഴുവനും ഹറമിൽ സംഭാവന ചെയ്തിട്ടാണ് തിരിച്ചു കയറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ മഹാന്മാരായ ഇമാമിങ്ങളുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. ഒരു കറാഹത്ത് പോലും അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇന്ന് ഈ തോന്നിവാസം മുഴുവനും ചെയ്ത് ഇമാമിങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞ് എന്നിട്ട് ചില ആളുകൾ ഒരു ഖുർആൻ പരിഭാഷ എടുത്തു വെച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അത്യന്താധുനികത എൻഡോസൾഫാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ചില സംഘടനകൾ മഹാന്മാരായ ഇമാമിങ്ങളെ കുറ്റം പറയുന്നില്ലേ? അവർക്ക് ഇമാമിങ്ങളുടെ പേര് പറയാൻ അർഹതയില്ല. കാരണം ശാഫഈ ഇമാം തങ്ങൾക്കൊരു കറാഹത്ത് പോലും സംഭവിച്ചിട്ടില്ല. ഇമാം അബൂ ഹനീഫ തങ്ങൾ അത്ര വലിയ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 3 പേരിൽ ലോകം ചുറ്റിയവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൽ പരിചയപ്പെട്ടൊരു കഥാപാത്രമുണ്ടല്ലോ, അയാള് പറയാ ഷാഫി ഇങ്ങനെ ലോകം കറങ്ങി, ബഗ്ദാദിൽ പോയപ്പോ കുറെ കിട്ടി, ഈജിപ്തിൽ പോയപ്പോ തെറ്റാന്ന് പറഞ്ഞു, അപ്പൊ പഴയ കൗലും പുതിയ കൗലും വന്നു എന്ന് പറഞ്ഞ് കളിയാക്കി പറയാനിറങ്ങിയ ആളുകൾ അതേ സമയത്ത് അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. പക്ഷേ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പോയി ഞാൻ ഈ പറഞ്ഞ ദേശത്തെല്ലാം
അബൂ ഹനീഫ തങ്ങൾ പോയി കൂഫയിൽ നിന്ന് മദീനയിലേക്ക്, മക്കയിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ. അതുപോലെ തന്നെ 6 ഹദീസിന്റെ പണ്ഡിതന്മാരിൽ ലോകം ചുറ്റിയവരാണ്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ലോകം ചുറ്റിയ മഹാനാണ്. പക്ഷേ മാലിക് ഇമാം തങ്ങൾ ലോകം ചുറ്റിയില്ല. കാരണം ഇമാമുൽ മദീന, മദീനയിൽ നിന്ന് ലോകം ചുറ്റേണ്ടതില്ല, എല്ലാം മദീനയിൽ വരുന്നതു തന്നെ. അതുകൊണ്ട് ശാഫി ഇമാം തങ്ങൾ ലോക സഞ്ചാരം നടത്തിയതുപോലെ, അബൂ ഹനീഫ ഇമാം തങ്ങൾ ലോക സഞ്ചാരം നടത്തിയതുപോലെ, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ലോകം ചുറ്റിയതുപോലെ ഇമാം മാലിക് ബിൻ അനസ് ചുറ്റിയിട്ടില്ല. കാരണം ഫീ ജിവാരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരുന്ന് ബറക്കത്തെടുത്ത മഹാനാണ്. എല്ലാ ഇമാമീങ്ങളും മദീനയിലെത്തും. പിന്നെന്തിനാ തേടിപ്പോണത്? കാരണം ഇമാമീങ്ങൾ ആരും മുജാഹിദീങ്ങളല്ല. കാരണം അവരെല്ലാം മദീനത്ത് പോകാൻ പോകുന്നത് അമലായി കണ്ടവരാണ്. അതേ സമയത്ത് ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ വിശ്വാസ പ്രകാരം മദീന ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ പുറപ്പെട്ടു പോയാൽ അത് തെറ്റായ യാത്രയാണ്. കാരണം എന്തേ? അഥവാ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയാൽ ആ യാത്ര തെറ്റാണ്. മദീനത്തെ പള്ളി നിസ്കരിക്കാൻ പോയാൽ തെറ്റില്ല എന്നാണ് അവരുടെ വീക്ഷണം. അത്രയും അബദ്ധ വീക്ഷണം ഇമാമീങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇമാമീങ്ങളും മദീനയിൽ വന്നു. മഹാന്മാരായ ഇമാമുകളുടെ സാന്നിധ്യം കൊണ്ട് ഇൽമിന്റെ വലിയ കേദാരങ്ങളായി 4 മദ്ഹബിന്റെ ഇമാമുകളും മാറിയപ്പോൾ, പ്രിയപ്പെട്ട സാധാരണക്കാരായ മുഅ്മിനീങ്ങളെ, മദ്ഹബിന്റെ ഇമാമുകളില്ലെങ്കിൽ നമുക്ക് നിസ്കാരത്തിന്റെ ഫർള് അറിയാൻ വഴിയില്ല. നിസ്കാരത്തിന്റെ ഫർള് എത്ര? ഏതായത്തിലാ ഉള്ളേ? ഏത് ഹദീസിലാ ഉള്ളേ? എവിടെയും കാണൂല. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർള് ഇത്രയാകുന്നു എന്ന് പറയുന്ന ഒരായത്തില്ല. നിസ്കാരത്തിന്റെ ഫർള് ഇത്രയാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഇല്ല. മറിച്ച് നിസ്കാരത്തിന്റെ ഫർളുകൾ എണ്ണി, ഷർത്തുകൾ എണ്ണി, അതെല്ലാം വർഗീകരിച്ച് മനസ്സിലാക്കി തന്നവരാണ് മഹാന്മാരായ ഇമാമുകൾ. അവരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ വക ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇദാ സ്വഹൽ ഹദീസ് ഫദാക മദ്ഹബി. സ്വഹീഹായ ഹദീസിലുള്ളതല്ലാതെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സ്വഹീഹായ ഹദീസിൽ എന്ത് കണ്ടോ അതുമാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചില ആളുകൾ ഇന്ന് ഇറങ്ങിയിട്ട് പറയും, സ്വഹീഹായ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഷാഫി എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ അംഗീകരിക്കും. സ്വഹീഹായ ഹദീസ് അടിസ്ഥാനത്തിൽ അബൂ ഹനീഫ എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ അംഗീകരിക്കും. അങ്ങനെ പറയണമെങ്കിൽ ആരാവണം? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഹദീസ് കിട്ടിയ ആളാകണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഹദീസ് കിട്ടിയ ആളാകണം. തത്വത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾക്ക് കിട്ടിയതിന്റെ 50% ഹദീസ് പോലും നമ്മുടെ ഈ നാട്ടിൽ ലോകം മുഴുവനും പരതിയാലും ഇന്ന് ലഭ്യമല്ല. അതാണ് ചരിത്രപരമായ വസ്തുത. എന്റെ പ്രസംഗത്തിനു ശേഷം ഈ വിഷയമായി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയും പോലെ പറയാം, അറിയാത്തത് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. എന്നാലും ആരും ഈ വിഷയത്തിൽ സംശയം വെച്ചിട്ട് പോകരുത്. അതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അശ്ശാഫിഇയ്യ ഫാസിർ തൽഹംബലിയ ബിലാ ഹജ്രിൽ തഹതാത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആദ്യം ശാഫിഈ മദ്ഹബിലായിരുന്നു. പിന്നെ അതാ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഹംബലി മദ്ഹബിനെ ശക്തിപ്പെടുത്താൻ രംഗത്ത് വന്ന മഹാനാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.
അതുപോലെ ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇന്നേ വരെ പരിശോധിച്ചാൽ ലോകത്ത് കിതാബ് എഴുതിയ, തഫ്സീർ എഴുതിയ, ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയ അവർ നാലാരൊരു മദ്ഹബിനെ അംഗീകരിച്ചവരാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ ഹംബലിയാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ പാലിച്ചതിൽ വീഴ്ച വരുത്തിയെങ്കിലും ഹംബലിയാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി മദ്ഹബിന്റെ ആളായി അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. ഇബ്നു കസീർ ശാഫിഈയാണെന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ എല്ലാം മാനദണ്ഡം അവർ നാലാരൊരു മദ്ഹബിനെ അംഗീകരിച്ചവരാണ്. മദ്ഹബ് അംഗീകരിക്കാത്ത ഇമാമീങ്ങളുടെ കിതാബ് മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇമാമിന്റെ കിതാബ് ഉണ്ടാവൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മതമറിയാതെ ജനങ്ങളെ അബദ്ധത്തിൽ പെടുത്താൻ ഇറങ്ങുന്ന ആളുകളുടെ കണിവലയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നാം ഈ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. ആ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ ചെറുപ്പക്കാരെ, നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മുടെ ജീവിതം മുഴുവനും ഇൽമു കൊണ്ട് ജോലിയാകണം. കണ്ടില്ലേ, ഇമാമുന ശാഫിഈ തങ്ങൾ യമനിൽ വന്നു. ഭരണകൂടത്തിനനുസരിച്ച് തുള്ളിയില്ല. അല്ലാഹുവിന്റെ മതം അനുസരിച്ച് ജീവിക്കുമ്പോ പടച്ചവനെ പേടിച്ചിട്ടല്ലേ ഫത്വ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഭരണാധികാരികൾക്ക് അനുകൂലമായി ഫത്വ കൊടുത്തില്ല. ഉടനെ ബഗ്ദാദിലുള്ള ഖലീഫയോട് ഗവർണർ കംപ്ലൈന്റ് ചെയ്തു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ വന്നിട്ടുണ്ട്, വലിയ കുഴപ്പക്കാരനാണ്, ഖലീഫയ്ക്കെതിരാണെന്നും രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെതിരെ ഖലീഫയുടെ അടുക്കൽ കംപ്ലൈന്റ് കൊടുത്തു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ യമനിൽ നിന്ന് ബഗ്ദാദിലേക്ക് വിളിപ്പിച്ചു. ബഗ്ദാദിൽ വന്നപ്പോൾ വേറെ കുറെ വിചാരണ നടത്തേണ്ട ആളുകൾ ഉള്ളതുകൊണ്ട് ശാഫിഈ ഇമാം തങ്ങളോട് നാട് വിട്ടു പോകാൻ പാടില്ലെന്നും കുറച്ച് ദിവസം കഴിഞ്ഞാണ് വിചാരണ നേരിടേണ്ടതെന്നും പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോയത് ഒരു അഡ്വക്കേറ്റിനെ കാണാനല്ല, ഖലീഫയുടെ വേലക്കാരനെ കാണാനല്ല, മന്ത്രിയെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനല്ല. ചെറുപ്പക്കാരെ, ആലോചിക്കണം. ഖലീഫയുടെ മുമ്പിൽ വിചാരണ ചെയ്യാൻ വിളിച്ചു വരുത്തിയതാണ്. ഏകദേശം അവിടെയുള്ള ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ശാഫിഈ ഇമാമിനെ കൊന്നുകളയുമെന്നാണ്. അത്രയും വലിയ ആരോപണമാണ് ശാഫിഈ ഇമാം തങ്ങൾക്കെതിരെ ഉള്ളത്. ആ സമയത്ത് ശാഫിഈ ഇമാം തങ്ങൾ ചോദിക്കുന്നു, ഇവിടെ അടുത്തെവിടെങ്കിലും പള്ളി ദർസുണ്ടോ? അതെ, അവിടെ ഒരു പള്ളിയിൽ മാലിക്കി മദ്ഹബിൽപ്പെട്ട ഒരാൾ ദർസ് നടത്തുന്നുണ്ട്. നേരെ ശാഫിഈ ഇമാം തങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ മദീനത്ത് മാലിക്കി ഇമാം തങ്ങളുടെ ദർസിൽ പഠിക്കുന്ന കാലത്ത് പണ്ട് കണ്ടു പരിചയമുള്ളൊരു പണ്ഡിതനാണ്. ആ ദർസിലങ്ങ് കൂടി. വിചാരണയ്ക്ക് കോടതിയിൽ വിളിക്കുന്നത് വരെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ ഏർപ്പെട്ടു. അവരുടെ പ്രമാണങ്ങളെ പ്രമാണം കൊണ്ട് എതിർക്കേണ്ട സ്ഥലത്ത് എതിർത്തു. നല്ല ഡിബേറ്റബിളായ ചർച്ചകളുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടതിയിലേക്ക് വിളിക്കുന്നു ഖലീഫ. ഇസ്ലാമിക പണ്ഡിതന്മാരങ്ങനെയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വിധിക്കുമെന്ന് പേടിക്കുന്ന സമയത്തും അവസാന സമയം വരെ ഇൽമു പഠിക്കണമെന്ന ചിന്തയോടെ ദർസിൽ കൂടിയ ശാഫിഈ ഇമാം തങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വരുന്ന രംഗം റബീഉ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കൊട്ടാരത്തിലേക്ക് വന്നു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്
അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് മഹാനവറുകൾ ഇറങ്ങി. കൊല്ലാൻ വിധി പ്രഖ്യാപനം നടത്തിയ രാജാവ് അള്ളാഹുവിനെ ഭയന്ന പണ്ഡിതനായ ശാഫിഈ ഇമാം തങ്ങളെ കണ്ടപ്പോൾ പരിഭ്രമിച്ചു പോയെന്ന് മാത്രമല്ല, ആദരിച്ചടുത്തിരുത്തി. ആദർശം പടയും വെക്കാത്ത ആലിമായി പ്രഖ്യാപിച്ചു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ മിസ്റിലെ ഇസ്ലാമിക രാജ്യത്തിനെതിരെ വൈദേശികന്മാര് ആക്രമണത്തിന് വന്നപ്പോ രാജ്യസ്നേഹിയായ ശാഫിഈ ഇമാം തങ്ങൾ കടലോരത്ത് പോയി സമരത്തിന് നിന്നു. നല്ല തണുപ്പുണ്ട്, രോഗിയാണ്, ശരീരത്ത് നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ആ സമയത്തും ശാഫിഈ ഇമാം തങ്ങൾ ഇൽമിന്റെ ഖിദ്മത്തിലായി അവിടെ കഴിഞ്ഞുകൂടി. ദർസ് മുടക്കിയിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു എന്നല്ല, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെയും നാം നന്നായി പഠിക്കണം. അവരുടെ ജീവിതം വിലയിരുത്തണം. അവർ പറഞ്ഞ ഒരു മസ്അലയുടെ പ്രമാണം തന്നെ എത്ര ആഴമുള്ളതാണ്. കണ്ടില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ദശാബ്ദങ്ങളോളം അബൂ ഹനീഫ ഇമാം തങ്ങളുടെ അടുക്കൽ ഓതിയ ശിഷ്യനാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ദീർഘകാലം ഓതിയപ്പോൾ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്ക്ക് തോന്നി, അടുത്ത പള്ളിയിൽ പോയൊന്ന് ദർസ് തുടങ്ങിയാലോന്ന്. ഉസ്താദിനോട് ചോദിച്ചാൽ സമ്മതം തരണമെന്നില്ല. അതുകൊണ്ട് ചോദിക്കാതെ പോയങ്ങ് തുടങ്ങാം, പിന്നെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അനുമതി ചോദിച്ചോളാം. അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് ഇറങ്ങി, അപ്പുറത്തെ പള്ളിയിൽ ദർസ് തുടങ്ങി. അബൂ ഹനീഫ ഇമാം തങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. എന്താണ്? എന്റെ ശിഷ്യനായ അബൂ യൂസുഫിനെ പിൽക്കാലത്ത് ഇവിടുത്തെ മുദർരിസാക്കണമെന്ന ചിന്തയുണ്ട്. പറഞ്ഞിട്ടില്ല അബൂ യൂസുഫ് എന്നവരോട്. അപ്പൊ ഉസ്താദിനൊരു സന്തോഷമുണ്ടായില്ല. ഞാൻ ഇവിടെ പിൽക്കാലത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്ന ആള് ഇപ്പൊ വേറെ ദർസ് തുടങ്ങാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങൾ ഒരു മുത്തഅല്ലിമിനെ പറഞ്ഞു വിട്ടു. മോനെ, അബൂ യൂസുഫിന്റെ ദർസിൽ പോണം, ഒരു ചോദ്യം ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? ഒരാൾ തുണി അലക്കാൻ കൊടുത്തു അലക്കുകാരന്റെ കയ്യിൽ. പിറ്റേന്ന് ചെന്നപ്പോൾ അയാളോട് പറഞ്ഞു, അലക്കിയ തുണി ഇങ്ങി തരാൻ. അപ്പോൾ അലക്കുകാരൻ പറഞ്ഞു, നിന്റെ തുണിയൊന്നും ഇവിടെ ഇല്ലടാ, പോയിക്കോടാന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം വീണ്ടും ചെന്നു. അപ്പൊ അയാൾ അലക്കിയ തുണി എടുത്ത് ഇങ്ങി തന്നു. എന്നാൽ ആ അലക്കിയതിന് കൂലി കൊടുക്കണോ വേണ്ടേ? ഈ ഒരു മസ്അല അബൂ യൂസുഫിനോട് പോയി ചോദിക്കണം. അബൂ യൂസുഫ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറയണം തെറ്റാണെന്ന്, കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും പറയണം തെറ്റാണെന്ന്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. അങ്ങനെ മുത്തഅല്ലിമ് പോയി. കുറെ മുത്തഅല്ലിമീങ്ങളുണ്ട് അബൂ യൂസുഫ് റഹിമഹുല്ലാഹിന്റെ ദർസിൽ. അപ്പൊ ഈ മുത്തഅല്ലിമും പോയി അവിടെ മൂലക്കിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ഒരു ചെറിയ സംശയമുണ്ട്. ഒരലക്കുകാരന്റെ കയ്യിൽ തുണി അലക്കാൻ കൊടുത്തു. പിറ്റേ ദിവസം ചെന്ന് അലക്കിയ തുണി ചോദിച്ചപ്പോ ഇവിടെ നിന്റെ തുണിയൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ചെന്നപ്പോ തുണി എടുത്തു തന്നു. എന്നാൽ അതിന് കൂലി കൊടുക്കണോ? അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ മുത്തഅല്ലിം പറഞ്ഞു തെറ്റാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഒരു മറുപടിയല്ലേ ഉള്ളൂ, കൊടുക്കണ്ട. അപ്പോഴും മുത്തഅല്ലിം പറഞ്ഞു തെറ്റാണ്. അപ്പൊ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്ക്ക് മനസ്സിലായി, ഇത് ഓതാൻ വന്ന കുട്ടിയല്ല, ഓദിക്കാൻ വന്ന കുട്ടിയാണെന്ന്. കാരണം ഇതെന്റെ ഉസ്താദ് പറഞ്ഞു വിട്ട ആളായിരിക്കണം. ഉടനെ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് ഇറങ്ങി. ഇലാ ജനാബിൽ ഇമാം അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോ തന്നെ ചോദിച്ചു, എന്തേ അബൂ യൂസുഫെ ദർസൊക്കെ തുടങ്ങിയിട്ട് കുട്ടികൾ വന്ന് ചോദിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? നിങ്ങൾക്കത് കിട്ടുന്ന ആളാണ്, പക്ഷേ എന്നോട് ചോദിക്കാതല്ലേ പോയത്, അതുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ മസല എന്നല്ലേ? അയാളോട് തുണി അലക്കിയത് വാങ്ങാൻ പോയപ്പോൾ ഇല്ല എന്നയാള് പറഞ്ഞതിന് ശേഷമാണ് അലക്കിയതെങ്കിൽ കൂലി കൊടുക്കേണ്ടതില്ല. നിന്റെ തുണിയൊന്നും ഇവിടെ ഇല്ലടാ
എന്ന് പറയുന്നതിന് മുമ്പാണോ അവൻ അലക്കിയത് എന്നാൽ കൂലി കൊടുക്കണം. അവന്റെ കയ്യിൽ ഇല്ല എന്ന് നിഷേധിച്ചതിന് ശേഷമാണോ അലക്കിയത് എന്നാൽ കൊടുക്കേണ്ടതില്ല. ഇതാണ് മറുപടി എന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് ദർസൊക്കെ പൂട്ടി താക്കോലും കൊണ്ടുവന്ന അബൂ ഹനീഫ ഇമാം തങ്ങളുടെ അടുക്കൽ ഓതാൻ കൂടി. പിൽക്കാലത്ത് അബൂ ഹനീഫ തങ്ങളുടെ പിൻഗാമിയായി വന്ന നേതാവാണ്. ഇമാമുന ശാഫഈ തങ്ങൾക്ക് സമന്മാരിൽപ്പെട്ട ആളാണ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ചെറിയ ആളല്ല. പക്ഷേ നിദാന ശാസ്ത്രം എന്ന ബേസ്മെന്റ് ഇമാം ശാഫഈ തങ്ങൾ ഉണ്ടാക്കി. ആ ബേസ്മെന്റ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മദ്ഹബായി വരാതിരുന്നത്. അല്ലെങ്കിൽ അത്രയും വലിയ പണ്ഡിതനായിരുന്നു ഇമാം അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ഖൈറാത്തുൽ ഹിസാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായ ഇമാമുകൾ മുഴുവനും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആലില പോലെ വിറച്ചവരും വിജ്ഞാനം നേടിയിട്ട് ലോകത്തോട് വെല്ലുവിളി നടത്തിയവരും ആ കാലഘട്ടത്തിലെ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ ഇമാമിങ്ങൾ പോയിട്ടുണ്ട്. 10-12 മണിക്കൂറുള്ള സീഡികൾ നിങ്ങൾക്ക് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഗണ്ണനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ശാഫഈ തങ്ങളുടെ യുക്തിയാധിഷ്ഠിതമായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്റസത്തുർ റഈനെതിരെയുള്ള മദ്റസത്തുർ റിവായയുടെ സമരം പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്ന അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദീനയിൽ നിന്ന് വന്ന വിളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാമിയങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച മാതൃകായോഗ്യന്മാരായ ലോകം നിറച്ച വിജ്ഞാനത്തിന്റെ ഉടമകളാണ്. നമ്മളുടെ ബാധ്യത എന്താണ്? ആ ഇമാമിങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചാൽ നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട ആളായി ഇമാമിങ്ങൾ മാറും. ഞാൻ ചോദിക്കട്ടെ, 4 മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലോ ഇമാമുകളുടെ മുഖല്ലിദുകളായ മദ്ഹബിന്റെ ആളുകൾക്കിടയിലോ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമരവും ഒരു തർക്കവും ഒരു അഭിപ്രായ വ്യത്യാസവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ലോകത്ത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ശാഫഈ ഹനഫി കലാപമോ സംഘട്ടനമോ ലോകത്ത് നടന്നിട്ടില്ല. ഹംബലി മാലിക്കി സംഘട്ടനം നടന്നിട്ടില്ല. അങ്ങനെ മദ്ഹബിന്റെ ആളുകൾക്കിടയിൽ ലോകത്തിന്നേ വരെ അഭിപ്രായ വ്യത്യാസം വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും ആരോഗ്യകരമല്ലാത്ത ചർച്ചകളോ അപകടകരമായ സമീപനങ്ങളോ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നു തന്നെ തെളിവാണ് 4ഉം ഒരു സ്വർഗത്തിലേക്ക് തന്നെയുള്ള വഴിയാണ്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനും ഉസ്താദുമാണ് മാലിക്കി ഇമാം തങ്ങൾ. മാലിക്കി ഇമാമിന്റെ ശിഷ്യനാണ് ശാഫഈ ഇമാം തങ്ങൾ. ശാഫഈ ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാന്മാരായ ഇമാമിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ ഒരു ചെറിയ മദ്ഹു കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. നമുക്ക് അല്ലാഹു തആല ഇമാമിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നാഫിആയ ഇൽമ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആധുനിക ശാസ്ത്രവും മോഡേൺ സയൻസും അതുപോലെ തന്നെ പുതിയ വിഷയങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മദ്ഹബിന്റെ അനിവാര്യത പറയാൻ അവസരമുള്ളപ്പോ അങ്ങനെ പറയാം. പൊതുജനങ്ങളായ ആളുകളോട് അതിന്റെ കാര്യം പ്രാധാന്യം പറഞ്ഞു കൊടുക്കേണ്ടപ്പോ അങ്ങനെ പറയണം. ശാസ്ത്രീയ ലോകത്തിന് മുമ്പിൽ മദ്ഹബിന്റെ ഇമാമുകൾ കാലെ കൂട്ടി എഴുതി വെച്ച നിയമങ്ങൾ അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? ചന്ദ്രനിലേക്ക് പോയാൽ എങ്ങനെ നിസ്കരിക്കണം, ചൊവ്വയിൽ പോയാൽ എങ്ങനെ ഒതു എടുക്കണം. കാരണം എന്താണെന്നറിയോ? ബഹിരാകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം വീഴുന്ന സ്ഥലമല്ല. മൂത്രമൊഴിക്കണമെങ്കിൽ യന്ത്രം ഉപയോഗിക്കണം ബഹിരാകാശത്ത് പോകുമ്പോൾ, എന്നാലേ മൂത്രം വരൂ. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ പത്രത്തില്. അങ്ങനെ ഓരോന്നിനും യന്ത്രം വേണം. അവിടെ ടാപ്പ് തുറന്നാൽ വെള്ളം താഴോട്ട് വരൂല. കാരണം ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത സ്ഥലമാണ്. ശൂന്യാകാശത്തിനപ്പുറം പോയാൽ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഇതുപോലെ ഈ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഉളു ചെയ്യേണ്ടത് അതെല്ലാം ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നാഫിആയ ഇൽമ നമുക്ക് നൽകട്ടെ.
അതാ മുഅ്മിനീങ്ങളെ, ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നാം ഈ കാലഘട്ടത്തിൽ ഭൗതികമായ ഭ്രാന്ത് പിടിച്ചു നടക്കുമ്പോ അള്ളാഹുവിന്റെ ദീൻ അറിയാൻ നമുക്ക് സമയമില്ല. നാം അതുകൊണ്ട് ദിവസം 1 മണിക്കൂറെങ്കിലും അടുക്കൽ ലഭ്യമാകുന്ന ആലിമിന്റെ അടുക്കലോ സുഹൃത്തുക്കളായ വിവരമുള്ളവരുടെ അടുക്കലോ ഏതെങ്കിലും വിധേന ദിവസം 1 മണിക്കൂറെങ്കിലും ഇൽമു പഠിക്കാൻ സമയം ചെലവഴിച്ച് മരിക്കുന്നതുവരെ ഒരു മുത്തഅല്ലിമായി ജീവിക്കാൻ കഴിഞ്ഞാൽ, മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്ന, സ്വർഗത്തിന്റെ വഴിയിലാണ് ഒരു മുത്തഅല്ലിമുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മരണം വരെയും ഇൽമിനെ തേടുന്ന, ഇൽമിനെ പഠിക്കുന്ന, അതിന് ഖിദ്മത്ത് ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, തെറ്റിൽ നിറഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നവരാണ്. എന്നാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് വഫാത്തിന്റെ അന്ന് വന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെയും പടച്ചവനോട് ആശ വെക്കുന്നതിന്റെയും ഉദാഹരണമാണ് മഹാനവറുകൾ പറയുന്നു, അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ വലിഖ്വാനി മുഫാരിഖാ വലികഅസിൽ മനിയത്തി ശാരിബാ വലിസൂഇ അഅമാലി മുലാഖിയാ. ഞാൻ ഈ ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ്. എന്റെ കയ്യിൽ ഒരു അമലുമില്ല. ഇന്നത്തെ മദ്രസയിലെ കുട്ടികളെ ഒരു കൊട്ടുകൊട്ടിയ ഉസ്താദിനെതിരെ ചാനലിൽ പോവും, വാപ്പായും ഉമ്മായും എല്ലാം. കാരണം ഉസ്താദിന്റെ മൂല്യം അറിയാത്ത മാതാപിതാക്കൾ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമം അതാണ്. മക്കളെ കൊണ്ടാക്കുമ്പോ തന്നെ പറയും ഉസ്താദെ അടിക്കൊന്നും വേണ്ടാന്ന്. എന്നാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ടല്ലേ ആത്മീയമായ ഇൽമു കിട്ടാത്തത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് കാലു നീട്ടുമ്പോ എൻ്റെ വീടിന്റെ 7 വഴികൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉസ്താദ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവരുടെ വീടെങ്കിലും ഞാൻ എൻ്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാലു നീട്ടാറില്ല. മാ സല്ലൈതു സ്വലാത്തൻ ഇല്ലാ വദഉതു ലി ഉസ്താദി ഹമ്മാദ് ബിൻ അബി സുലൈമാൻ. ഞാൻ എല്ലാ നിസ്കാരത്തിനു ശേഷം എൻ്റെ ഉസ്താദ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാണ് ഇമാമീങ്ങൾ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മാലികി ഇമാം തങ്ങളുടെ മുമ്പിൽ കിതാബ് മറിക്കുന്ന സമയത്ത് കടലാസിന്റെ ശബ്ദം പോലും കേൾക്കാത്ത വിനയം കാണിച്ച മഹാനാണ്. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ അടുക്കൽ അടിമയാണ്, വിദ്യാർത്ഥി എന്ന് പഠിപ്പിച്ച് വിനയം കാണിച്ച മഹാനാണ്. ശാഫിഈ ഇമാം തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ആദരിച്ചപ്പോഴും ഉസ്താദ് എന്ന നിലക്ക് ബഹുമാനം കാണിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. പട്ടി പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണെന്ന് പഠിപ്പിച്ച ആ മുസ്ലിമിനെ ആദരിച്ച മഹാനാണ് ശാഫിഈ ഇമാം തങ്ങൾ. അതാണ് ഗുരു ശിഷ്യ ബന്ധം. ഇന്നൊരു മദ്രസയിൽ മൊയ്ലിയാര് വടിയെടുത്ത മക്കള് കാട് കയറി നാടുതുള്ളി ചാനലുകാരൻ വടിയുമെടുത്ത് വരുന്ന കാലമാണ്. പിന്നെ മക്കൾക്കുണ്ടോ ഇൽമു കിട്ടുന്നു? അപ്പോൾ ആത്മീയമായ ഇൽമിന്റെ എല്ലാ മധുരവും പോയ കാലമാണ്. അതുകൊണ്ട് നാം ഇൽമിന്റെ വഴിയിൽ മക്കളെ പറഞ്ഞു വിടണം. ആത്മീയമായ ഇൽമു പഠിക്കാനുള്ള പ്രചോദനം നൽകണം. എത്ര പ്രായമായാലും ഇൽമു പഠിക്കുന്നതിന് പ്രായമില്ല. പള്ളിയിൽ വന്ന ഉസ്താദിന്റെ അടുക്കൽ ഒരു ചെറിയ കിതാബ് എടുത്ത് വെച്ച് ഓതുന്നതിന് തകരാറില്ല. അത് കണ്ടില്ലേ, മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ സന്ധ്യാസമയത്ത് വരുന്നുണ്ട് 60-70 വയസ്സായ ആളുകൾ കിതാബ് എടുത്ത് ഓതാൻ വരുന്നുണ്ട്. അവിടെ വരുന്നത് ഏത് കിതാബ് ഓതാനാണ്? ഫറായിലിന്റെ കിതാബ് ഓതാൻ ദാടി നരച്ച വലിയ ആളുകൾ വരുന്നുണ്ട് ഇപ്പോഴും മസ്ജിദുൽ ഹറാമിൽ.
മസ്ജിദുൻ നബവിയിൽ കണ്ടില്ലേ റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ വലതുഭാഗത്ത് ചെന്നാൽ എല്ലാ ദിവസവും ഇശാ മഗ്രിബിനിടയിൽ ഖുർആനിന്റെ ക്ലാസ് ഉണ്ട്, ഹിഫ്ളിന്റെ ക്ലാസ്. അതിൽ പങ്കെടുത്ത് ഓതിക്കൊടുക്കുന്നത് ആരാണ്? ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരാണ്, ജോലിയെടുക്കുന്ന ജോലിക്കാരാണ്. 60-70 വയസ്സുള്ളവര് ടാക്സി ഒതുക്കിയിട്ട് ജോലികൾ നിർത്തിവെച്ചിട്ട് ഓടി വന്നിട്ട് ഇന്നത്തെ ഭാഗം ഓതി കേൾപ്പിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ. അപ്പോൾ നമ്മൾ ആരോ പണ്ട് പറഞ്ഞ് 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിതാബ് എടുത്തുകൂടാ, ഓതിക്കൂടാന്ന്. നമ്മുടെ നാട്ടിൽ ആരോ പഠിപ്പിച്ചു വെച്ചതുപോലെ ഇൽമിനെ മറന്നുപോയി. ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം ഇവിടെ ആലിമീങ്ങളില്ലേ, അവരുടെ അടുക്കൽ വന്ന് ഓതി പഠിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാൻ ആലിമീങ്ങൾ തയ്യാറാണ്. നിങ്ങൾ സമയം കണ്ടെത്തി വന്നാൽ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിയാക്കന്മാര് മുഴുവനും അതിന് തയ്യാറാണ്. നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കണേ. അവസാനം ഈമാനോടെ മരിക്കാൻ ഇമാമീങ്ങളൊക്കെ സ്വർഗം കണ്ട് മരിച്ചതുപോലെ, ഹബീബായ നബിതങ്ങളെ കണ്ട് മരിച്ചതുപോലെ അല്ലാഹുവേ ഞങ്ങൾക്കും അതിന് ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് അവരുടെ പിൻഗാമികളായി അല്ല, അവരുടെ ചെരുപ്പിന്റെ അടിയിലെ മണൽത്തരികളായിട്ടെങ്കിലും അവിടെ എത്താനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ആ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു കയറിയിട്ട് താടിക്ക് പിടിച്ചവരുണ്ട്. അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മോനെ, സ്വഹാബികളുടെ മക്കളാണ്, തെറ്റിദ്ധരിച്ചു പോയവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വാപ്പയുണ്ടെങ്കിൽ എന്നോടിങ്ങനെ പെരുമാറില്ലായിരുന്നു. നിങ്ങളുടെ പിതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ തൊടുമായിരുന്നോ? ഞാൻ സത്യത്തിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഉടനെ ആ സ്വഹാബി അങ്ങ് തൗബ ചെയ്തു, ക്ഷമിക്കണേ ഉസ്മാൻ തങ്ങളെ. എതിർപക്ഷത്ത് നിന്ന് മാറി നിന്നു. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പോരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ ആയത്തോതിയിട്ട് എതിരാളികൾ ഇറങ്ങി. അപ്പോഴവിടുന്ന് പറഞ്ഞു, കൊല്ലണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ ഒരൊറ്റ ന്യായവും എന്റെ മേൽ ആരോപിക്കാനില്ല. ഇസ്ലാമിക കോടതിയിൽ ഒരാൾക്ക് കൊല വിധിക്കാനുള്ള ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. സ്വഹാബികളിൽ പലരും എഴുതി, ഉസ്മാൻ തങ്ങളെ യുദ്ധത്തിന് തയ്യാറായിക്കോ, ഞങ്ങളും സൈന്യവും റെഡിയാണ്.